അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അൽ ഖവാഇദുൽ മുസ്ല എന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ പ്രസിദ്ധമായ കിതാബിനെ ആസ്പദമാക്കിയുള്ള ദർസിലാണ് നമ്മളുള്ളത്. അതിൻ്റെ 48ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, അൽ വജ്ഹുൽ ഖാമിസ്, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുന്ന ആയത്തുകളെ, ഹദീസുകളെ അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ നിന്ന് മാറ്റി വേറൊരു വ്യാഖ്യാനത്തിലേക്കും അർത്ഥത്തിലേക്കും കൊണ്ടുപോകുന്ന ആളുകളുടെ നിലപാട് തഅ്തീലാണ്, സിഫത്തുകളെ നിഷേധിക്കലാണ്, അത് ശരിയായ മാർഗമല്ല എന്ന് പറഞ്ഞിട്ട് ഖണ്ഡനം നൽകുന്നതിൽ 5ാമത്തെ മറുപടി, അൻ യുഖാല ലിൽ മുഅത്തിൽ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഈ രീതിയിൽ നിഷേധിക്കുന്ന ആളുകളോട് നമുക്ക് പറയാം, ഹൽ അൻത അഅലമു ബില്ലാഹി മിൻ നഫ്സിഹി, അള്ളാഹുവിനെ സംബന്ധിച്ച് നീയാണോ ഏറ്റവും കൂടുതൽ അറിയുക, അതല്ല അള്ളാഹു ആണോ? അള്ളാഹുവിനെക്കുറിച്ച് നീ അറിവുള്ളവനാണോ എന്ന് അയാളോട് നമ്മൾ ചോദിച്ചാൽ സ്വാഭാവികമായും അയാൾ ഒരു സത്യസന്ധനായ നല്ല മനുഷ്യനാണെങ്കിൽ പറയും ല, ഫസയഖൂൽ ല, അയാൾ പറയും അല്ല, അള്ളാഹ് തന്നെയാണ് അള്ളാഹിനെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനെന്ന് പറയും. സുമ്മ യുഖാലു ലഹു, പിന്നീട് അയാളോട് ചോദിക്കണം, ഹൽ മാ അഖ്ബറല്ലാഹു ബിഹി അൻ നഫ്സിഹി സിദ്ഖുൻ വഹഖുൻ, അള്ളാഹു അവനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യവും അതേപോലെ തന്നെ ശരിയുമായ കാര്യം ആണോ അല്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞ ഖുർആനിലൂടെ വന്ന സംഗതികൾ സത്യമല്ലേ, വാസ്തവമല്ലേ? ഫസയഖൂൽ നഅം, തീർച്ചയായും അയാൾ പറയും അള്ളാഹ് പറഞ്ഞത് ശരി തന്നെയാണ്, സത്യമാണ്. മൂന്നാമത് സുമ്മ യുഖാലു ലഹു, അയാളോട് ചോദിക്കണം, ഹൽ നഅലമു കലാമൻ അഫ്സഹ വ അബ്യന മിൻ കലാമില്ലാഹി തആല, അള്ളാഹുവിൻ്റെ വാക്കുകളേക്കാൾ, വചനങ്ങളേക്കാൾ സുവ്യക്തവും ആശയസമ്പുഷ്ടവും വ്യക്തവും അതേപോലെ സാഹിത്യത്തിൽ ഉന്നത നിലവാരവുമൊക്കെയുള്ള വേറെ ഏതെങ്കിലും ഒരു വാക്ക്, ഒരു കലാം, സംസാരം നമുക്കാർക്കെങ്കിലും അറിയുമോ? ഫസയഖൂൽ, അപ്പോൾ അയാൾ പറയും ഇല്ല, അള്ളാഹുവിൻ്റെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ളത് എന്ന് പറയും. എങ്കിൽ സുമ്മ യുഖാലു ലഹു, അയാളോട് ചോദിക്കണം, ഹൽ തളുന്നു അന്നല്ലാഹ സുബ്ഹാനഹു വ തആല അറാദ അൻ യുഅ്മിയൽ ഹഖ്ഖ അലൽ ഖൽഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക്, അവൻ്റെ അടിയാറുകൾക്ക് സത്യം വ്യക്തമാകാതെ പോകണം എന്ന് ഉദ്ദേശിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ നീ കരുതുന്നുണ്ടോ? അള്ളാഹു വിശദീകരിച്ച ഹക്ക് ആളുകൾക്ക് മനസ്സിലാകാതെ ആളുകൾ അതിൽ അന്ധമായി അല്ലെങ്കിൽ വ്യക്തതയില്ലാതെ ആയി പോകണം എന്നെങ്ങാനും പടച്ചവൻ കരുതും, അള്ളാഹു അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ലിയസ്തഖ്രിജൂഹു ബി ഉഖൂലിഹിം, അള്ളാഹ് പറഞ്ഞതിൽ നിന്ന് അവർക്ക് വ്യക്തത കിട്ടാതെ അവരെന്ത് ചെയ്യണം? അവരുടേതായ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗിച്ച് ഈ വചനങ്ങളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് അവർ ഹക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി ആളുകളെ വ്യക്തതയില്ലാതെ അള്ളാഹ് വിട്ടേക്കും എന്ന് നീ കരുതുന്നുണ്ടോ? ഫസയഖൂൽ, അപ്പോഴും അയാൾ പറയുക ഇങ്ങനെയായിരിക്കും, ല, അങ്ങനെയില്ല. ഹാദാ മാ യുഖാലു ലഹു ബിഅ്തിബാരി മാ ജാഅ ഫിൽ ഖുർആൻ, ഇത്രയും പറഞ്ഞത് ഖുർആനിലൂടെ വന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ആയത്തുകളിലൂടെ വിശദീകരിക്കപ്പെട്ട, പറഞ്ഞു തന്ന അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ ഈ കാര്യം ചോദിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഇതുപോലെ പലതും വന്നിട്ടില്ലേ? അമ്മാ ബിഅ്തിബാരി മാ ജാഅ ഫിസ്സുന്ന ഫയുഖാലു ലഹു, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഹൽ അൻത അഅലമു ബില്ലാഹി മിൻ റസൂലില്ലാ, നേരത്തെ ചോദിച്ചതിൻ്റെ മറ്റൊരു വേർഷൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് നീയാണോ അതല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ഏറ്റവും അറിയുക? സ്വാഭാവികമായും ഫസയഖൂൽ, അയാൾ പറയും ഞാനല്ല, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് തന്നെ പറയും.
എങ്കിൽ സുമ്മ യുഖാലു ലഹു, രണ്ടാമത് അയാളോട് ചോദിക്കേണ്ടത് ഹൽ മാ അഖ്ബറ ബിഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനില്ലാഹി സിദ്ഖുൻ വഹഖുൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, കളവല്ല എന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? ഫസയഖൂൽ നഅം, തീർച്ചയായും അയാൾ പറയും അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പറ്റി പറഞ്ഞു തന്നത് സത്യമാണ്, അതിൽ കളവായൊന്നുമില്ല, വാസ്തവ വിരുദ്ധമായിട്ടില്ല. സുമ്മ യുഖാലു ലഹു, എങ്കിൽ അയാളോട് ചോദിക്കണം ഹൽ തഅലമു അന്ന അഹദൻ മിനൻ നാസി അൻസഹ ലി ഇബാദില്ലാഹി മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ആരെയെങ്കിലും അറിയുമോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളോട് ഏറ്റവും ഗുണകാംക്ഷിയായ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ? ഫസയഖൂൽ, അപ്പോഴും അയാൾ പറയും ല, ഇല്ല, മനുഷ്യരോട് സൃഷ്ടികളോട് ഏറ്റവും വലിയ ഗുണകാംക്ഷയുള്ള നസീഹത്തുള്ള ആൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്ന്. ഷേഖ് അവിടെ പറഞ്ഞ അൻസഹ് എന്നതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതനുസരിച്ച് അഫ്സഹ് എന്നുകൂടി ചേർത്ത് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ ഏറ്റവും വ്യക്തമായി സ്പഷ്ടമായി ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ റസൂലുള്ളയേക്കാൾ അങ്ങനെ കഴിയുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഏറ്റവും അഫ്സഹാണ്, അറബി ഭാഷയിൽ ഏറ്റവും വ്യക്തതയുള്ള, സാഹിത്യത്തിൽ നിലവാരമുള്ള സ്പഷ്ടമായ ശൈലിയും വ്യക്തമായ വാക്കുകളുമായിരിക്കും പ്രവാചകൻ്റേത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഫയുഖാലു ലഹു, അയാളോട് ചോദിക്കണം ഇദാ കുൻത തുഖിറു ബിദാലിക്, ഇതൊക്കെ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഫലിമാദാ ലാ യകൂനു ഇൻദകൽ ഇഖ്ദാമു വശജാഅ ഫീ ഇസ്ബാതി മാ അസ്ബതഹു അല്ലാഹു തആല ലിനഫ്സിഹി വഅസ്ബതഹു ലഹു റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹഖീഖതിഹി വളാഹിരിഹി അല്ലായിഖ് ബില്ലാഹ്. ഇതൊക്കെ നീ അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെ എന്താ തടസ്സം? ഫലിമാദാ ലാ യകൂനു ഇൻദകൽ ഇഖ്ദാം വശജാഅ, നീ എന്തുകൊണ്ട് മുന്നിട്ട് വരുന്നില്ല, നീ ധൈര്യസമേതം നെഞ്ചുറപ്പോടുകൂടി പറയുന്നില്ല ഫി ഇസ്ബാതി മാ അസ്ബതഹുല്ലാഹ്, അള്ളാഹു അവനെ സംബന്ധിച്ച് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് സ്ഥിരീകരിക്കാൻ എന്താണ് നിനക്ക് നെഞ്ചുറപ്പില്ലാത്തത്, ധൈര്യമില്ലാത്തത്? വഅസ്ബതഹു ലഹു റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരീകരിച്ച് ഉറപ്പിച്ചു പറഞ്ഞ കാര്യങ്ങൾ അലാ ഹഖീഖത്തിഹി, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ, വലാഹിരിഹി, അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിനുണ്ട്, അല്ലായിഖ് ബില്ലാഹ്, അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിന് മഹത്വത്തിന് യോജിച്ച വിധത്തിൽ എന്ന് സ്ഥിരീകരിക്കാൻ എന്താണ് നിനക്ക് തടസ്സം? എന്താണ് നിനക്കതിന് ഒരു ചങ്കുറപ്പില്ലാത്ത, നെഞ്ചുറപ്പില്ലാത്തത്? വകൈഫ യകൂനു ഇൻദകൽ ഇഖ്ദാം വശജാഅ ഫീ നഫി ഹഖീഖതിഹി, അള്ളാഹുവും റസൂലും പറഞ്ഞ അതിൻ്റെ ഹഖീഖിയായ മഅന അല്ലെങ്കിൽ ലാഹിറായ അർത്ഥം അവിടെ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതിനെന്താണ് നിനക്ക് ധൈര്യം നൽകുന്നത്? ഫീ നഫി ഹഖീഖതിഹി തിൽക വസർഫിഹി ഇലാ മഅനൻ യുഖാലിഫു ലാഹിറഹു ബിഗൈരി ഇൽം, ആ ബാഹ്യമായ അർത്ഥത്തിന് വിരുദ്ധമായ എതിരായ ഒരു ആശയ തലത്തിലേക്ക് അതിനെ തെറ്റിച്ച് അതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയാൻ നിനക്ക് ധൈര്യം വരണ്ടല്ലോ. ആ ധൈര്യം നിനക്ക് അവിടെ നിന്ന് കിട്ടി. വമാദാ യദുറുക ഇദാ അസ്ബത്ത ലില്ലാഹി തആല മാ അസ്ബതഹു ലിനഫ്സിഹി ഫീ കിതാബി, അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ കിതാബിലൂടെ ഖുർആനിലൂടെ സ്ഥിരീകരിച്ചൊരു കാര്യം നീ അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരീകരിച്ചാൽ എന്താണ് നിനക്ക് അതുകൊണ്ട് ദോഷം വരാനുള്ളത്? അല്ലെങ്കിൽ ഔ സുന്നത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ ഹദീസിലൂടെ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സിഫത്തിനെ അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ അതിൻ്റെ ഹഖീഖിയായ പടച്ച റബ്ബിന് അനുയോജ്യമായ വിധത്തിൽ ഉണ്ട് എന്ന് നീ സ്ഥിരീകരിക്കുമ്പോൾ, ഉറപ്പിച്ചു പറയുമ്പോൾ എന്താണ് അതിലൂടെ നിനക്ക് വരുന്ന ദോഷം? അലൽ വജ്ഹിൽ ലായിഖ് ബിഹി ഫഅഖദ്ത ബിമാ ജാഅ ഫിൽ കിതാബി വസ്സുന്നതി ഇസ്ബാതൻ വനഫിയ,
ഖുർആനിൽ വന്നത് സ്ഥിരീകരിക്കാനും അതേപോലെ തന്നെ നീ നിഷേധിച്ചു പറയുന്നതിനും. അപ്പോൾ അള്ളാഹുവിന് ഒരു സിഫത്തുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വിഷയത്തിലും ഇന്നത് ഇല്ല എന്ന് നിഷേധിക്കുന്ന വിഷയത്തിലും ഖുർആനിലൂടെ സുന്നത്തിലൂടെ വന്നത് നീ എടുക്കുകയാണെങ്കിൽ, അവലംബിക്കുകയാണെങ്കിൽ എന്താണ് നിനക്കതിലൂടെ വരുന്ന പ്രയാസം? എന്താണ് നിനക്കതിലൂടെ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളും ദോഷങ്ങളും? നീ ചിന്തിച്ചിട്ടുണ്ടോ അത്? അഫലൈസ ഹാദ അസ്ലം ലക് വ അഖ്വം ലി ജവാബിക് ഇദാ സുഇൽത യൗമൽ ഖിയാമ. സത്യത്തിൽ ഇതല്ലേ ഏറ്റവും സുരക്ഷിതമായ മാർഗം, അതേപോലെ നിനക്ക് ഏറ്റവും ശരിയായ ഉത്തരം പറയാൻ കഴിയുന്നതും. എപ്പോൾ? ഇദാ സുഇൽത യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിന്നോട് പടച്ചറബ് ചോദിക്കുമ്പോൾ, നീ ഇങ്ങനെ ചോദിക്കപ്പെട്ടാൽ, മാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാർക്ക് നിങ്ങൾ എന്ത് പ്രത്യുത്തരമാണ്, മറുപടിയാണ് നൽകിയത് എന്ന ഒരു ചോദ്യം നിന്നോട് നിൻ്റെ റബ്ബ് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ നിലപാട് സ്വീകരിച്ചാലല്ലേ നിനക്ക് സുരക്ഷിതവും നേരെ ചൊവ്വയുള്ളതുമായ ഒരു ഉത്തരം പറയാൻ കഴിയുക. അവലൈസ സർഫുക ലിഹാദിഹി നുസൂസ് അൻ ളാഹിരിഹ വതഈനു മഅനൻ ആഖർ മുഖാത്തിറത്തും മിൻക. അള്ളാഹ് പറഞ്ഞ, റസൂൽ വിശദീകരിച്ച, അഥവാ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും വന്ന അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ച് വേറൊരാശയവും അർത്ഥവും അതിന് നിർണയിച്ച് സങ്കല്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു തോന്നലല്ലേ. ഫലഅല്ലൽ മുറാദ യകൂൻ അലാ തഖ്ദീരി ജവാസി സർഫിഹ. അത് നീ അങ്ങനെ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് അതിനെ വ്യാഖ്യാനിച്ച് തെറ്റിച്ചു കൊണ്ടുപോയത് അനുവദനീയമാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ആ വ്യാഖ്യാനം ഒരുപക്ഷെ ശരിയാകാം, ഒരുപക്ഷെ തെറ്റുമാകാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഫലഅല്ലൽ മുറാദ യകൂനു ഗൈറ മാ സറഫ്തഹ ഇലൈഹി, സ്വാഭാവികമായും നീ പറഞ്ഞ ആശയം അത് അല്ല ശരി, മറ്റത് ശരിയാകാൻ സാധ്യതയുണ്ടല്ലോ. ഫലഅല്ലൽ മുറാദ യകൂൻ ഗൈറ മാ സറഫ്തഹു ഇലൈഹി, നീ പറഞ്ഞതല്ലാത്തതാണ് ശരി എന്നും വരാൻ സാധ്യതയില്ലേ? അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും നിൻ്റെ നിലപാട്? അല്ലെങ്കിൽ ഏതാണ് ശരിയായ മാർഗം? ഹക്കിൻ്റെ വഴി എന്താണ്? അയ്യുഹുമ ഔല, ഏതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്? അൻ യകൂന ഇൻദഹു അശ്ശജാഅ ഫി ഇസ്ബാതി ദാലിക അലാ ഹഖീഖതിഹി അം യകൂനു ഇൻദഹു ശജാഅത്തുൻ ഫി നഫി ഹഖീഖതിഹി. സത്യത്തിൽ ഏതിനാണ് ധൈര്യവും നെഞ്ചുറപ്പൊക്കെ വേണ്ടത്? അള്ളാഹുവും റസൂലും പറഞ്ഞത് അംഗീകരിക്കുന്ന വിഷയത്തിൽ അത് സ്ഥിരീകരിക്കാനും സ്വീകരിക്കാനുമാണോ? അതേപോലെ അള്ളാഹും റസൂലും പറഞ്ഞതിനെ നിഷേധിക്കുന്ന വിഷയത്തിലാണോ ധൈര്യം കാണിക്കേണ്ടത്? നിസ്സംശയം അൽ ജവാബ് അൽ അവ്വൽ ഹുവൽ ഔല ബിശ്ശജാഅ. നമുക്ക് ധൈര്യം വേണ്ടത്, നെഞ്ചുറപ്പ് വേണ്ടത് അള്ളാഹും റസൂലും പറഞ്ഞത് അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ, അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അതിനെ സ്ഥിരീകരിക്കലാണ്. അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല, അവിടെ ഹഖീഖത്തല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ വ്യക്തമായ തെളിവ് ഇല്ലാത്തിടത്തോളം. ഉണ്ടെങ്കിൽ നോക്കാം. വമഅ ഹാദാ ജബനു അനിൽ അവ്വൽ, എന്നിട്ടും ഇവർ ആദ്യം പറഞ്ഞതിന് ഭീരുത്വം കാണിക്കുകയും വതഅദ്ദൗ ഫിസ്സാനി, രണ്ടാമത്തേതിൽ അവർ അതിര് വിട്ടുപോവുകയും ധൈര്യം കാണിക്കുകയും ചെയ്യാം. വഖദ് തഖദ്ദമ ലനാ ഖംസത്തു ഔജുഹിൻ ഫി ഇബ്താലി മദ്ഹബി അഹ്ലി തഅ്തീൽ. ഇത്തരത്തിലുള്ള സിഫത്ത് നിഷേധികളുടെ ഈ ദുർവ്യാഖ്യാന നിലപാട് നിരർത്ഥകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 5 കാരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഏതൊക്കെയാണത്? അൽ വജ്ഹുൽ അവ്വൽ, ഒന്നാമത് പറഞ്ഞത് അന്നഹു ജിനായത്തുൻ അലൻ നുസൂസ്, ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ പ്രയോഗങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അത്. രണ്ടാമത് പറഞ്ഞത് അന്നഹു സർഫുൻ ലിൽ കലാമി അൻ ളാഹിരിഹി, അള്ളാഹും റസൂലും പറഞ്ഞ വാക്കുകളെ ബാഹ്യാർത്ഥത്തിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുന്ന, വേറൊരു ആശയത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന രീതിയാണത്. അൽ വജ്ഹു സാലിസ്, മൂന്നാമത്തെ കാര്യം അന്നഹു ഖൗലുൻ അലല്ലാഹി ബിലാ ഇൽം, അറിവില്ലാതെ ഒരു കാര്യം പറയലാണത്.
അൽ വജ്ഹുർ റാബിഅ, നാലാമതായി പറഞ്ഞത് അന്ന സർഫൻ നസൂസ് അൻ ലാഹിരിഹ മുഖാലിഫുൻ ലി തരീഖത്തി സലഫ്, സച്ചരിതരായ മുൻഗാമികൾ നിലകൊണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അടക്കമുള്ളവർ പഠിപ്പിച്ച നിലകൊണ്ട ആ മാർഗത്തിന് എതിരാണത്. അഞ്ചാമതായി പറഞ്ഞത് അൻ യുഖാല ലിൽ മുഅത്തിൽ ഹൽ അൻത അഅലമു ബില്ലാഹി മിൻ നഫ്സി, അവസാനം ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് നീയാണോ കൂടുതൽ അറിയുക, അതല്ല അള്ളയാണോ? അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂലാണോ കൂടുതൽ അറിയുക, അതല്ല നീയാണോ? എങ്ങനെ ലാസ്റ്റ് പറഞ്ഞ ആ കാര്യങ്ങൾ കൂടി ചോദിച്ചാൽ ഈ 5 മാർഗങ്ങളിലൂടെ അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചവരുണ്ടെങ്കിൽ, ഹക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ ബാഹ്യാർത്ഥത്തിൽ നിന്ന് മറ്റൊരു ആശയത്തിലേക്ക്, അർത്ഥത്തിലേക്ക് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന സിഫത്ത് നിഷേധികളുടെ അപകടവും അബദ്ധവും ബോധ്യപ്പെടുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ലി വലക്കും ഫിൽ ഖുർആനിൽ കരീം വനഫഅനല്ലാഹു ബിമാ ഫീഹി മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.